ഞാൻ അന്നത്തെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളുടെയും ഷാരുചേട്ടന്റെ ആണെങ്കിലും എന്റെ ആണെങ്കിലും ഞങ്ങളുടെ എല്ലാം ലൈഫ് വെച്ചാൽ തകർക്കുന്ന കാര്യം പറയുന്നത് വിശ്വസിക്കരുത്. ഇപ്പം ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. സ്റ്റാറായി വരുംതോറും സരോജ് കുമാർ ആണല്ലോ, മിസ്റ്റർ സരോജ് കുമാർ ആണല്ലോ. അപ്പൊ എന്നെ ഒരുപാട് പേര് കടന്നാക്രമിക്കും. പിന്നെ ഇത് ഏത് മൈരത്തെയാന്ന് പോലും എനിക്കറിയത്തില്ല. എങ്ങാണ്ട് കിടന്ന പഴുത്ത ജന്മം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? റെക്കോർഡ് വെച്ചത് ഞങ്ങളെല്ലാം വെൽ പ്ലാൻഡ്. അതിലടാ ഞങ്ങളെല്ലാം വെൽ പ്ലാൻഡ്. കാരണം ഇവന്റെ നിൽക്കുമ്പോൾ ഇവൻ പരസ്പരം തെറ്റിക്കുമ്പോൾ ഞാൻ വിളിക്കടേ പണി വരണോട്ടെ, അടുത്ത ഇവനും പറയും ചേട്ടാ പണി. ഞങ്ങൾ എല്ലാവരും പരസ്പരം ഞങ്ങൾ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ്. എന്റെ മുന്നിൽ കൊണ്ടു തന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലെ എന്റെ മുന്നിൽ കൊണ്ടു തന്ന തെളിവുകൾ എന്ന് പറയുന്നത് ഡോക്ടർ റോബി ഛർദ്ദിക്കുന്നത്. ചേട്ടാ ഇത് റീലാണോ സ്റ്റോറിയാണോ പറ. അന്തസ് വേണോടാ അന്തസ്. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഈ ഛർദ്ദിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഓട്ടോമാറ്റിക് എനിക്ക് തോന്നി. കാരണം ഛർദ്ദിക്കുന്ന ഒരാൾ വീഡിയോ എടുപ്പിക്കത്തില്ലല്ലോ. ആ ഛർദ്ദിക്കുന്ന വീഡിയോ എത്ര മാസം കഴിഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ വന്നത്? അപ്പോൾ ഈ ഛർദ്ദിക്കുന്ന വീഡിയോ ഏകദേശം 10-12 മാസം വരെ ഇതെന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, വോയിസ് ആയിട്ട് മാറ്റുന്നു. അതൊക്കെ കൂടെ നിൽക്കുമ്പോൾ ചെയ്യുന്നതിന്റെ റീസൺ ഒരു നാള് പണിയണമെന്ന് ഓർത്തിട്ടല്ലേ? ഉറപ്പായിട്ടും ബ്രോ, അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ അത് വെച്ചേക്കോ. എന്റെ കയ്യിൽ റോബിന്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് പറ്റിയുള്ള ഒരു ക്ലാരിറ്റി ഇപ്പം റീസെന്റ് ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. പിന്നെ അതിൽ എനിക്കിനിപ്പോ ഒന്നും പറയാനില്ല. അത്ര ഈ സാധനം എന്നെ കൊണ്ട് ഇടിപ്പിച്ചതും ഈ വിവി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിൽ എനിക്കിനിപ്പോ ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ അച്ഛനെ കുറിച്ച് റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ കുത്തി നോവിപ്പിച്ച് എന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്ത ഒരു കാര്യമായിരുന്നു ആ ഛർദ്ദിക്കുന്ന വീഡിയോ. റോബിനെ പറ്റിയും പൊടിയെ പറ്റിയും കുറേയേറെ അപവാദങ്ങൾ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക്. എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പ് വയ്ക്കുന്നു. താങ്ക് യു. ചാലു പയ്യാടേ നമ്മുടെ ചാലു പയ്യാടേ. സാർ ഇങ്ങനെ മനസ്സാക്ഷിയില്ല സംസാരിക്കരുത് സാർ. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. കാലം തെളിയിക്കും. ഒരു ദിവസം ഈ ഒരു ദിവസം വരുമെന്ന് എനിക്കറിയായിരുന്നു. വിവി അന്ന് പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. റോബിനെ പൂട്ടി ചാവി ഞാൻ എടുക്കും, അവന്റെ ഇത് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്ക ഓരോ കാര്യങ്ങൾ അവർ വന്ന് ഓരോന്ന് പറയും. ഇവർ നാളെ മാറ്റി പറയും. ഈ വന്ന് പറഞ്ഞ 5 പേര് നാളെ മാറ്റി പറയും. അവരങ്ങനെയാണ്. മാപ്പ് വീഡിയോ ഇപ്പൊ ഡിലീറ്റ് ചെയ്യാം, പക്ഷെ ഇതിപ്പോഴാകുമ്പോ വിവിയുടെ തലയിൽ എല്ലാം കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെയാണ് പറഞ്ഞത്. പേഴ്സണലി സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ അന്യന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നെന്ന് അറിയാനാണ് കൂടുതൽ ആൾക്കാർക്കും ആവശ്യം. റോബിൻ പുറത്ത് വന്നതിന് ശേഷം റോബിന്റെ അന്തം ഫാൻസ് മൊത്തത്തില് സ്ട്രാറ്റജി ഉപയോഗിച്ച് റോബിനെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാരും കൂടി റിയാസിനെ പൊങ്കാലട്ടെ. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റീച്ച് അത് വെച്ച് കാശ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ അത് വിറ്റ് ജീവിക്കും. അത്രേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ ക്യാമറയിൽ പറയണം. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണേലും ചിരിച്ചു. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോവാം.